പിള്ളേരെല്ലാം അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. പഠിക്കാണോ കളിക്കാണോ ആർക്കറിയാം. അല്ല, അമ്മയുടെ മുട്ടുവേദന എങ്ങനെയുണ്ട്? ആ, വേദന ഇപ്പൊ കുറവുണ്ട്. നല്ലോണം റെസ്റ്റ് എടുക്കണം കേട്ടോ അമ്മേ. അതെങ്ങനെ പറഞ്ഞാ കേൾക്കൂലല്ലോ. അമ്മയും പണിക്കാരുടെ കൂടെ പറമ്പിലോട്ട് പോവല്ലേ? ആ, എന്റെ സീത, എനിക്കൊരു കുഴപ്പമില്ല. വിശ്വസിച്ച് അമ്മയോട് എത്ര പറഞ്ഞാലും കേൾക്കൂലല്ലോ. അച്ഛൻ തന്നെ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. അല്ല, അച്ഛനെന്തേ ഉറങ്ങിയോ അമ്മേ? ആ, അച്ഛൻ ഉറങ്ങി. എന്നാ ശരി അമ്മേ, ഞാൻ നാളെ വിളിക്കാം. പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കട്ടെ. ആ, ശരി മോളെ. അമ്മേ. ഓ, വന്നു തമ്പുരാട്ടി. അമ്മേ, വിശക്കുന്നുണ്ട്. പഠിച്ച് പഠിച്ച് തമ്പുരാട്ടി കുഴങ്ങിയോ? പിന്നല്ലാതെ എത്ര നേരമായി പഠിക്കുന്നേ? ഓ, ഞാൻ വിശ്വസിച്ചു തന്നെ. അതെന്താ, അമ്മക്ക് എന്നെ വിശ്വാസല്ലേ? നല്ല വിശ്വാസം. അല്ല, എത്ര ചാപ്റ്റർ നോക്കി? ഫുള്ള് പഠിച്ചമ്മേ. എന്റെ പാറു, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ഞാൻ ചോദ്യം ചോദിക്കുമ്പോ നിനക്ക് കിട്ടാതിരുന്നാലുണ്ടല്ലോ. ആ, ഫുള്ളൊന്നുമില്ല, എന്നാലും കുറേ പഠിച്ചു. എന്നാ ആദ്യം തന്നെ സത്യം പറഞ്ഞാ പോരെ? എന്തിനാ കള്ളത്തിന് പറയുന്നേ? അതൊക്കെ രസമല്ലേ? നിന്റെ തള്ളലിപ്പോ കുറച്ച് കൂടുന്നുണ്ട്. അല്ല, ബാക്കിയുള്ളവരുടെ അവരെ മോനെ ലക്ഷ്യത്തിന്റെ ഫോണിലെ റീൽസ് കണ്ടിരിക്കുക. അവർക്ക് ഞാൻ നല്ലോണം കൊടുക്കുന്നുണ്ട്. എക്സാമിന്റെ ടൈമിനും അവർക്ക് ഫോൺ തന്നെ. ലച്ചു, ദേവു, നന്ദു, ഇപ്പൊ കിട്ടും മൂന്നിനും. ലച്ചേച്ചി, പറസ് നമ്മൾ ഫോണിലാ മറ്റോ എന്തോ പറഞ്ഞിട്ടുണ്ട്. അതാ അമ്മ ദേഷ്യം പിടിക്കുന്നേ. എന്താ അമ്മേ? നിങ്ങൾക്ക് എന്തായിരുന്നു പണി അവിടെ? ഞങ്ങൾ പഠിക്കുകയായിരുന്നമ്മേ. അതെ അമ്മേ, ഡൗട്ട് ഉള്ളതൊക്കെ ലച്ചേച്ചിന്റെ അടുത്ത് ചോദിക്കായിരുന്നേ. അല്ലമ്മേ, ഇവര് റീൽസ് കാണായിരുന്നേ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ. പാറു, ഇല്ലാത്തത് പറഞ്ഞാലുണ്ടല്ലോ, രണ്ടെണ്ണം വെച്ച് തരും നിനക്ക്. ആഹാ, നീ അവളൊന്ന് തൊട്ട് നോക്ക്. ഞാൻ എന്ത് പറഞ്ഞാ നിങ്ങളെ പോയത് അവിടുന്ന്? അമ്മേ, ഞങ്ങൾ പഠിക്കാനുള്ളതൊക്കെ പഠിച്ചിട്ട് റീൽ കണ്ടേ. ലച്ചു, എക്സാം കഴിയാതെ പിള്ളേർക്ക് നീ ഫോൺ കൊടുത്തെന്ന് ഞാൻ അറിഞ്ഞാലുണ്ടല്ലോ, എക്സാം കഴിഞ്ഞാലും ആവശ്യത്തിന് കാണിച്ചാ മതി. കേട്ട നീ? കേട്ടമ്മേ. നിന്നോടും കൂടെ പറയുന്നേ, നിന്റെ ഫോൺ കളി കൂടിയാലുണ്ടല്ലോ ആ ഫോൺ ഞാൻ വാങ്ങി വെക്കും. അയ്യോ അമ്മ, വേണ്ട, ഞാൻ ഈ പിള്ളേരെ ഫോൺ കാണിക്കില്ല. ശരി, ഒരു 4 ഭക്ഷണം കഴിക്കി. അമ്മേ, ഇന്നെന്താ സ്പെഷ്യൽ? ചിക്കൻ ആണോ? അല്ലടാ, മട്ടൻ. മട്ടനെങ്കിൽ മട്ടൻ. അയ്യോ, മോന്റെ ഒരു പൂതി. എന്ന് നിനക്ക് ഞാൻ മട്ടനും ചിക്കനൊക്കെ വെച്ച് തരാം. പരിപ്പ് കറി മുട്ട പൊരിച്ചതുണ്ട്, വന്ന് കഴിക്കി. പരിപ്പോ? എന്താടാ, നീ പരിപ്പെന്ന് കേട്ടില്ലേ? അമ്മേ, എനിക്കൊന്നും വിശപ്പില്ലെന്ന്. എല്ലാവരും കഴിക്കും. ലച്ചു, നീ പ്ലേറ്റ് ഒക്കെ എടുത്തു വെക്കേ, ഞാൻ മുട്ട പൊരിക്കട്ടെ. നീ കുട്ടിപ്പിശാശി, നീ പറഞ്ഞു കൊടുത്തല്ലേ ഞങ്ങൾ ഫോൺ കാണുന്നേ? ദേ ചേച്ചി, എന്നെ കുട്ടിപ്പിശാശി എന്ന് വിളിച്ചാലുണ്ടല്ലോ. ഇനി ഞാൻ നിന്നെ എന്താ വിളിക്കണ്ടേ? തമ്പുരാട്ടിന്നും. ദേ ചേച്ചി, എനിക്കൊരു പേരുണ്ട്. ഇനി നീ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ, ഈ ലച്ചു ആരാണെന്ന് നീ അറിയും. കോമഡി പറയാതെ പോയി ചേച്ചി. ചേച്ചി, അവക്കിട്ട് 2 കൊടുക്ക്. എന്നെ തന്നാൻ തോന്നുന്നുണ്ടോ? ഒന്ന് തൊട്ട് നോക്ക്. നീ എത്രക്കായോ? ദാ തൊട്ട്. എന്ത് സംഭവിക്കുന്നു കാണാലോ. അമ്മേ, ഞാൻ തൊട്ടിട്ടല്ലേ ഉള്ളൂ, നീ എന്തിനാ കരയുന്നേ? അമ്മേ, ഈ ലച്ചു ചേച്ചിനെ കാട്ടി. ലച്ചു, അമ്മേ, ഈ ലച്ചു ചേച്ചിനെ പിച്ചി. ഇല്ലമ്മേ, അവൾ കളവ് പറയാ. ഞങ്ങൾ കണ്ടതാ. ചേച്ചി ഒന്നും ചെയ്തില്ല. അവളെ ഒന്ന് തൊട്ടിട്ടേ ഉള്ളൂ. അതെ അമ്മേ. ലച്ചു, ഈയിടായിട്ട് നിനക്ക് കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ടേ. പിള്ളേരെക്കാൾ കഷ്ടം നിന്റെ കാര്യം. അമ്മേ, ഞാൻ അവളെ ഒന്നും ചെയ്തില്ല. ഞാൻ അവളെ ഒന്ന് തൊട്ടതേ ഉള്ളൂ. അതിനാ അവളെ അഭിനയിക്കുന്നേ. നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞേ? ഭക്ഷണം കഴിക്കാൻ ടേബിൾ വന്നിരിക്കാൻ പറഞ്ഞോ? എന്നിട്ട് ഇവിടെ കച്ചറ കൂടി നിക്ക. 4 എന്നോട് കിട്ടും. വേഗം പോയിക്കോളി. എന്താമ്മേ, നിനക്കെന്താ ഫുഡ് വേണ്ടേ? എന്താ അറിയൂലമ്മേ, ഇന്ന് തീരെ വിശപ്പില്ല. മര്യാദക്ക് പോയി ഫുഡ് കഴിക്കാൻ നോക്ക്. ഭക്ഷണം ഇറങ്ങുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് ഓംലേറ്റ് മാത്രം മതി അമ്മേ. അതെന്താ, നിനക്ക് ചോറ് കഴിച്ചാലേ? മര്യാദക്ക് അങ്ങോട്ട് വന്നേക്ക്. എനിക്ക് വേണ്ട. നന്ദു, വരുന്നേ.